അങ്ങ് പോണ്ടേ? എന്താ നാണമുണ്ടോ? ഏയ്, എനിക്കൊരു നാണവും ഇല്ല. എനിക്കറിയാം നീ നാണോ മാനൊന്നും ഇല്ലാത്തവളാണെന്ന്. പക്ഷേ വീട് വിട്ടിറങ്ങിയിട്ട് ചെറിയൊരു പേടിയുണ്ടല്ലേ? ഏയ്, ഈ കൊക്കെത്ര കുളം കണ്ടതാ. കൊക്കിനെ ഞാനങ്ങ് കൊന്ന് കറി വെച്ച് തിന്നട്ടെ. കറി വെച്ച് തിന്നുന്നതൊക്കെ കൊള്ളാം, എല്ല് തൊണ്ടേ കുരുങ്ങരുത്. ഒരു തമാശക്കാരി തുള്ളിയാ വെച്ചിരി പറഞ്ഞു കേട്ടല്ലോ. പെണ്ണ് കാണാൻ വന്ന ദിവസം തൊട്ടേ ആലോചിച്ചതാ എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന്. അതിനെന്താ, ചേട്ടൻ അവിടെ ഒറ്റയ്ക്ക് സംസാരിച്ചു, ഞാൻ ഇങ്ങോട്ട് മാറി. പോവല്ലേ? അതല്ല, പിന്നെ എന്റെ കുസുമത്തോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന്. അങ്ങനെ പറ, നമുക്ക് ഹണിമൂൺ ട്രിപ്പ് ഊട്ടി പോയാലോ? അയ്യോ, ഊട്ടിന്ന് പറഞ്ഞ ഭയങ്കര തണുപ്പല്ലേ? ഊട്ടിന്ന് പറഞ്ഞാലൊന്നും ഒരു തണുപ്പില്ല. പിന്നെ കാശ് ചിലവാക്കി നമ്മളവിടെ ചെന്നാലേ ഉള്ളു തണുപ്പ്. ഇതൊക്കെ എന്റെ കുസുമത്തിന് ആരോ പറഞ്ഞ് പറ്റിച്ചു വെച്ചിരിക്കുന്നതാ. നമ്മുടെ ജീവിതത്തില് ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് അത്. എന്റെ കുസുമം അമ്മയായിരുന്നു. അമ്മ എന്തും പറ്റി ഇവിടെ? സമയം ഞാൻ 9 ആയിട്ടില്ല. അതിനൊക്കെ കടങ്ങ് അടച്ച. അല്ല, പിന്നെ ഒരു അറിഞ്ഞൂടാത്ത പെണ്ണ് ഒറ്റയ്ക്ക് വന്നിരിക്കാനായിരുന്നു. ഞാൻ പിന്നെ എന്തുവാ ചെയ്തത്? അറിഞ്ഞൂടാത്ത പെണ്ണ്, പരിചയമില്ലാത്ത പെണ്ണ്. ചെറുക്കന്റെ മധുബോധം കണ്ട. എന്തുവാ? അച്ഛൻ മരിച്ചിട്ട് 10-15 വർഷമായി. അയ്യോത്തിന് കാവി ഇവിടെ നല്ല വിചാരവും കണ്ടോ? നിങ്ങൾ ഇത് ചോദിക്കാനാണോ അമ്മച്ചി ഈ രാത്രി ഇങ്ങോട്ട് കയറി വന്നത്? അന്നല്ല, എന്റെ മരുമോള് പറ. അവളെന്തിയെ? എന്റെ മോള് പറ. കുസുമം, 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 കുസുമം. അല്ല, ഇതൊരു അമ്മയായിരുന്നു. പിന്നെ നീ എന്ത് കരുതി? ഞാൻ കരുതി വല്ല റേഡും ആയിരിക്കും. എത്ര കാലം കൊണ്ട് പറയുന്നു ഇവിടെ കറങ്ങിന്റെ പരിപാടിയൊക്കെ മാറ്റി നാളെ തന്നെ ഒരു ഗ്യാസ് കണക്ഷൻ എടുത്ത് കൊടുക്കണമെന്ന്. ഗ്യാസ് കണക്ഷൻ? ഗ്യാസ് കണക്ഷൻ എന്റെ അമ്മ പറയുന്നത് കേട്ടാ. എടി, നാളെ തൊട്ട് ഈ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ. എടി, അതാ പറയുന്നത് സ്നേഹമെന്ന്. ഇതാണ് സ്നേഹം. സ്നേഹം കൊണ്ടൊന്നും അല്ല, ഞാൻ പറയാനില്ലേ ഇവിടെ വീട്ടിൽ വിളക്കാണെന്ന്. ഇവിടെ നിന്ന് വന്നിരിക്കുന്ന കാണണം. വന്ന് കയറിയ പെണ്ണിനെ നിങ്ങൾ പേടിപ്പിച്ച് പറഞ്ഞേ. അറിയാല്ല, 36 പെണ്ണ് കിട്ടാൻ പറ്റി ഒരു കല്യാണം ഒക്കെ ആയത്. ഒരു കരുണ കാണിയമ്മ. ഇന്ന് രാത്രി തന്നെ അമ്മായിയമ്മ പോരിടല്ലേ? നിനക്കൊന്ന് വയ്യേ? ഒന്നുമില്ല. നിനക്കൊന്ന് വയ്യേ? ഇല്ല. നോക്ക്, ചൂടുവെള്ളം എടുക്കട്ടെ. ചൂടുവെള്ളം വേണം. കട്ടൻ ചായ എടുക്കട്ടെ. കട്ടൻ ചായ ഇല്ല, ഒന്നും വേണ്ട. എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ട് നോക്കണം. നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? എന്റെ പൊന്നമ്മച്ചി, 10-26 വർഷം കൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ അല്ലേ ഈ കിടന്ന് നോക്കുന്നേ. വല്ല ഗതിയൊരു പിടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. തീരെ അങ്ങ് വയ്യ അല്ലേടാ? ഇല്ല. ഗ്ലാസ് കട്ടൻ ചായ വേണ്ടമ്മ. ചൂടുവെള്ളം വേണ്ട. കട്ടൻ ചായ വേണ്ട. വേറൊരു കാര്യം, നാളെ കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരും. വരുമ്പോഴേ നാരങ്ങെല്ലാം പിടിച്ചു കൊടുക്കണം. ആ നാരങ്ങ ഇങ്ങോട്ട്. നാരങ്ങ? ആ നാരങ്ങ എവിടെ വെച്ചിരിക്കുന്നു? കട്ടിലടിയിലിരിക്കുന്നു. ഈ കട്ടിലടിയില് നാരങ്ങ കൊണ്ടുവച്ചാൽ കട്ടിലുള്ളൂ ഈ വീട്ടിൽ. മുറുക്കാനും കൂടെ കൊണ്ടുവയ്ക്കും. മുറുക്കാൻ ചോദിച്ചില്ലല്ലോടാ. അതിന്റെ പേര് പറഞ്ഞ് നീ ഇങ്ങോട്ട് വരണ്ടല്ലോ. ഒരു വേസ്റ്റ് ആക്കണ്ടല്ലോ. വയ്യേ? ഒന്നുമില്ല, മക്കളുടെ ചൂടുവെള്ളം. എനിക്ക് ചൂടുവെള്ളം വേണ്ട. നിങ്ങൾ കട്ടൻ ചായ? കട്ടൻ ചായ വേണ്ട, ചൂടുവെള്ളം ഒന്നും വേണ്ട. ചൂടുവെള്ളം ഒന്നും വേണ്ട. ഒന്നും വേണ്ട. അപ്പൊ ഞങ്ങോട്ട് പോട്ടെ. ശരി, ഞങ്ങൾ പോകാൻ പോയിടാ. തിരക്ക പോട്ടെ. മോളെ പോട്ടെ. അമ്മ ഇങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ മാർക്കോളും. അല്ലെങ്കിൽ എന്റെ ചക്കര വേണം മാറ്റിയെടുക്കാൻ. ചക്കര മാറ്റിയെടുത്താൽ വാറ്റിയാരെ ഉണ്ടാക്കിയ എക്സൈസാരെ വിളിച്ചിട്ട് മതിയോ? അതല്ല, അമ്മയുടെ സ്വഭാവം മാറ്റുന്ന എന്താ അമ്മയെ കണ്ടപ്പോ അങ്ങ് പേടിച്ചു പോയോ? ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. ഒന്നും പേടിക്കാനില്ല കേട്ടാ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. ഈ തള്ളെ ഞാൻ 7 വർഷം കൊടുത്ത് കൊല്ലത്തേ ഉള്ളൂ. എന്താണ് തുറക്കാതെ വരുന്നു? മറച്ചുകൂടും. ആരെയാണ്? ക്ലാസ് എടുക്കാൻ വന്നതാ. പ്രസന്റ് സാർ, ഏത് കോളേജ് എത്തിയാൽ? കോളേജ് അധ്യാപകനല്ല, ഞാൻ പാചകക്കാരൻ കുരുട്ട് വീഴും പാല് കൊണ്ടുവന്ന ക്ലാസ് കൊണ്ടുവന്നതാ. ചേടാ, കുരുട്ട് വിദ്യ നീ ഇരുട്ട് വാക്കിനോട് ഇങ്ങോട്ട് കയറി വരാൻ തോന്നിയില്ല. എടാ, നിനക്കൊരു മര്യാദയില്ല. ഈ സമയത്താണ് ഒരു മണിവരെ കയറി വരുന്നത്. ചേട്ടനും ഞാനുമായിട്ടുള്ള സോഷ്യൽ മെന്റാലിറ്റി ഞാനുമായിട്ടുള്ള സോഷ്യൽ സോഷ്യലിസം. എടാ, നിനക്ക് സോഷ്യലിസം കാണിക്കാൻ കാർൽ മാക്സിന്റെ മുറിയല്ല, കട്ടൻ മണ്ണി ചുമക്കുന്ന സുധാകരന്റെ മുറിയാ. പാല് കുടിച്ചിട്ട് ഗ്ലാസ് കണ്ണിൽ കുരു. എടാ, ആ ഗ്ലാസ്സിൽ പാല് കുടിക്കുന്നതാണോ ചേട്ടാ? പാലിരിക്കുന്നു. അത് കുടിച്ചിട്ട് ഇപ്പോഴും തരാനൊന്നും പറ്റത്തില്ല. അത് കുടിച്ചിട്ടാണ് എനിക്ക് കണക്ക് കൊടുക്കാനുള്ളതാ. ആ ഗ്ലാസ് എത്ര രൂപ? 25 രൂപ. ഈ സമയത്ത് കൂടുന്ന 25 രൂപ. ചേട്ടാ ചേട്ടാ ചേട്ടോ, ഇതിൽ
ഇതിൽ ഒഴിച്ചടിക്കാൻ ഒരു പൈൻറ്റ് വാങ്ങാനുള്ള കാശും കൂടെ. എടാ ഈ സമയമായോണ്ട് അല്ലാതെ നീ ചത്തു വീണ റീത്തിന് പോലും തരാത്തവൻ അറിയുന്ന ദൂരം മോളെ അതൊക്കെ ഞാൻ ഡീൽ ചെയ്ത് വിട്ടു. അയ്യേ അയാൾ പോയില്ല. ഇനി എന്തുവാണ് നിനക്ക് ഇവിടെ എന്തൊരു ചരിവ് അവിടെ ഇവിടെ ഉണ്ട്. അതിന്റെ ചരിവം ഇത് അണ്ടാവല്ലേ? എന്റെ പൊന്നു കുഞ്ഞ് ആരെങ്കിലും ഇതൊക്കെ വരുമ്പോൾ ഇങ്ങനെ നിൽക്കരുത്. പിന്നെ ഇങ്ങനെ നിൽക്കണം. പറഞ്ഞല്ലോ നാട്ടുകാരെ കൊണ്ടുവരുന്നത് പറയിപ്പിക്കാനായിട്ട്. എനിക്ക് വയ്യ. അയ്യോ അങ്ങനെ വിളിക്കില്ലേ നീ എന്നെ. അതൊന്നും പറഞ്ഞിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സ്വർണ്ണ നിമിഷങ്ങളാണ് അത്. എന്റെ പരിസരത്ത് കിടന്ന് കറങ്ങുന്ന നിങ്ങളെന്ന് 9 മണി തുറക്കുന്ന തള്ളയല്ലായിരുന്നോ? ഇന്ന് നിങ്ങളെ കണ്ണടയത്തില്ലയോ? ഒന്ന് പറ. ചെറുക്കനൊന്നും അറിയാനും പാടില്ല. എനിക്ക് വയ്യടാ. കുഴപ്പമില്ല, ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കട്ടെ. എന്റെ ദൈവമേ, ഈ വീട്ടിൽ ഇതിനു വേണ്ടി ചൂടുവെള്ളം എവിടെ കിടക്കുന്നു? തിളപ്പിച്ചിട്ടാണോലാ? ചൂടുവെള്ളത്തിൽ മുക്കിയാലേ അടങ്ങുന്നുള്ളൂ. എന്റെ പൊന്നമ്മച്ചി, ഒരു അമ്മയെ എടുത്ത് ചോദിക്കാവോ എന്ന് എനിക്കറിയില്ല. എന്തോന്നു ചോദിച്ചു പോവുകയാണ്. ചോദിക്കും. ക്ഷമിക്കണം എന്നോടോ. നിങ്ങളുടെ ആദ്യ രാത്രി ഞാൻ വന്ന് ശല്യപ്പെടുത്തിയായിരുന്നു. എനിക്ക് കുഴപ്പമില്ല. ഒരു ഗ്ലാസ് ചൂടുവെള്ളം തലോടി കുടിക്കാതെ കലതവെള്ളം വേണ്ടേ? വേണ്ട വേണ്ട. അപ്പൊ ഞങ്ങോട്ട് പോട്ടെ. ഫോട്ടോ എടുക്കാം. ഫോട്ടോ അടി. കഥ കടത്തില്ല. നല്ല വയ്ക്കരുത്. ഇല്ല ഇനിയൊന്നും പേടിക്കാനില്ല. അമ്മയെ പറഞ്ഞു വിട്ടു, പാചകക്കാരനെ പറഞ്ഞു വിട്ടു, നാരങ്ങ എടുത്തു കൊടുത്തു, കഥ കടച്ച് ജനലടച്ചു. ഇനി ചേട്ടന്റെ വായു കൂടെ അടച്ചു. അതും അടച്ചു. എന്തോ ഒരു കാര്യം ചോദിക്കാൻ. എന്തുകൊണ്ടു? പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 1 ദിവസത്തിലായിരുന്നു. നീ ചേട്ടന് 1 മാസത്തേക്ക് ജോലിക്കൊന്നും പോകണ്ട. കല്യാണം കഴിഞ്ഞാൽ നമ്മൾ തറവാട്ടി കയറിയിരിക്കുന്ന അല്ലേ നമ്മുടെ സ്വഭാവം. പിന്നെ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് വേണം. പഴഞ്ഞൊരു കേട്ടിട്ടില്ലേ? എന്തോന്നു? സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് നമുക്ക് കാപത്ത് തിന്നാം. അപ്പൊ സമ്പത്ത് കാലത്ത് നമ്മൾ റബ്ബർ വെച്ചാലോ? ആപത്ത് കാലത്ത് വൈകിട്ടേ ഉള്ളൂ. അതൊന്നും പറയാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തില് ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ്. എന്റെ കുസുമം. എന്റെ പൊന്നുമോനല്ലാണ് നീ അച്ഛന്റെ അമ്മയുടെ കൂടെ പോയി കിടടാ. മാമനൂടെ കിടക്കാൻ മാമ എന്തൊക്കെ മേടിച്ചു തരാന്നറിയാമോ? വീഗാലാൻഡ് കൊണ്ടുപോകാം, 5 മുട്ടായി മേടിച്ചു തരാം, ഒരു പുതിയ ഉടുപ്പും പാന്റും മേടിച്ചു തരാം. ഇനി പറ മാമനൂടെ കിടക്കണോ? കൊച്ചി കിടക്കാനാവും കേട്ടോ. ഇതിന്റെയൊക്കെ പിന്നണി ആരാന്നറിയാമോ? മനഃപൂർവ്വം എന്റെ വീട്ടുകാർ ചെയ്യുന്ന പ്ലാനിങ് ആയിരുന്നു. കാരണം ഞാനൊരു കന്യകനായിട്ട് ഇങ്ങനെ നിൽക്കണം. അവർക്ക് അല്ല ഈ വീട്ടിൽ എത്ര മുറിയുണ്ട്? നാരകമുണ്ട്. ഈ കണ്ണിലെല്ലാം ചെറുക്കനെ പറഞ്ഞ് വിട്ടിരിക്കുന്നത് എന്റെ അളിയൻ. നാളെ നേരം വരുമ്പോൾ അവരെ മണ്ഡലം കത്തി ഒന്നീ ചെയ്തല്ലെങ്കിൽ ജീവിതം അത് മതിയെ ഒറ്റ എന്റെ സ്വഭാവം നിനക്ക് ഒരു അറിഞ്ഞൂടെ പറഞ്ഞാണല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല. ഇതല്ലേ എന്റെ കുഴപ്പം. ഞാൻ ദേശിച്ചിട്ടുള്ള വല്ല കാര്യമുണ്ടോ? ഇതെന്റെ ആദ്യ രാത്രിയല്ലേ, അല്ലാതെ നിന്റെ അല്ലല്ലോ. എന്നെ കൊണ്ട് അത് ഒന്നും പിടിച്ച് പറയിപ്പിക്കല്ലേ. ഇതൊന്നും സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ്. എന്റെ കുസുമം. രണ്ടിലൊന്നല്ലേ വാളും കാണുന്നില്ലല്ലോ ദൈവമേ. ഒന്നീ ജീവിതം അല്ലെങ്കിൽ ജയിൽ. ഇത് രണ്ടിലേറെങ്കിലും ഒന്ന് മതി. ഒരുപാട് പാല് ഇന്നാരാണെന്ന് എനിക്ക് ഇന്നൊന്നും അറിയണം. രാത്രി കമ്പത്തോടിയൊക്കെ ഞാനേ ഒരു ചക്ക കുത്തിയിടാൻ നോക്കിയത്. പാതരാത്രി കാണാൻ
തറവാടിലോട്ട് പോവുക. തറവാട്ടിൽ പോവാം. തറവാടി അതുമല്ല ഇവിടെ AC ഇല്ല. അയ്യോ അമ്മാവൻ AC ഇല്ലാതെ കിടക്കാം. AC ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല. പറ്റില്ല. നിന്റെ അമ്മാവി മരിച്ചിട്ട് ഞാൻ മരണം അറിയിച്ചു. നീ വന്നില്ല. അപ്പൊ ഇപ്പോഴെങ്കിലും വരണം. അതിന്റെ കുറവ് ഇപ്പൊ നടത്തണം. ഒരു ദിവസം പോടെ നമുക്ക് തറവാടി രണ്ടുപേരും കൂടെ തറവാട്ടിൽ വരണം. ഹണിമൂണ് നിന്റെ തറവാട്ടിൽ അടിച്ച് പൊളിക്കാൻ. അമ്മാവന് പറ്റൂല. AC ഇല്ലാണ്ട് പറ്റില്ല. ഞാൻ പിന്നെ ഞാനങ്ങോട്ട് എന്റെ എല്ലാവരും അനുഗ്രഹം നന്നാകൊണ്ടാവും. ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. ശരി അമ്മാവ. മക്കൾ എന്തേലും പറഞ്ഞായിരുന്നു? ഇല്ല, കഥ അമ്മാവൻ അടയ്ക്ക്, ഞാൻ അടയ്ക്കണം. കല്യാണം കഴിഞ്ഞ് മണ്ഡപത്തിൽ ഇറങ്ങിയപ്പോ ആദ്യം വണ്ടിക്കൂലി കൊടുത്തതാ ഈ പട്ടിക്ക്. അവൻ രാത്രി യാത്ര ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് അടുത്ത കിളവൻ. ചെന്ന് കയറാൻ അവന്റെ തറവാട്ടി, ചെന്ന് കയറാൻ അവന്റെ തറവാട്ട്. ഇവിടെ എന്റെ തറവാട്ടി സമാധാനം തരുന്നില്ല. പിന്നെ അവന്റെ തറവാട്ടി ചെന്ന് കയറി കൊടുത്ത നീ എന്റെ തറവാട് കണ്ടിട്ടുണ്ടോ? 2 മരക്കൊമ്പും 4 കിലോ ഓലയും ചേർത്ത് വെക്കുന്നതാ തറവാട്. കട്ടിക്ക് പറഞ്ഞിട്ട് പോയില്ലേ? AC ഇല്ലാതെ ഉറങ്ങൂല. അവർക്ക് AC ഇല്ലാതെ ഉറങ്ങൂല. കോഴിയെ കെട്ടി തൂക്കിട്ട് കാറ്റ് കൊള്ളുന്നവരാ AC. ഇപ്പൊ AC മനപൂർവ എന്റെ അമ്മയെ ചവിട്ടി കൊന്നതാ. സുധാകരൻ ഇനി വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ വന്ന് കുട്ടിയാൻ പോലും തുറക്കത്തില്ല. ഇത് സത്യം, സത്യം, സത്യം. അയ്യോ സുധാകരൻ, നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ പറ്റാവുന്ന ആദ്യരാത്രിയുള്ള സുവർണ്ണ നിമിഷങ്ങളാണ് അത്. എന്റെ കുസുമം സുധാകരേട്ടാ.